യൂട്യൂബ് അങ്ങനെ നമുക്കൊരു വലിയ പണി തന്നിരിക്കുകയാണ് ഗൈസ്. ഇതെല്ലാവർക്കുള്ള പണിയല്ല. എന്നെപ്പോലെ ഇപ്പോൾ റീസെൻ്റായിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയവർക്കും അതുപോലെ ഇതുവരെ ചാനലിൽ മോണിറ്റൈസ് ആകാത്തവർക്കുള്ള ഒരു പണിയാണ് ഇപ്പോൾ യൂട്യൂബ് തന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇതുവരെ നമ്മളെ ചാനൽ മോണിറ്റൈസ് ആകാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും ഇപ്പം ഷോർട്ട് വീഡിയോസ് വഴിയാണെങ്കിൽ ലാസ്റ്റ് 3 മന്തിൽ 10 മില്യൺ വ്യൂസ്. ഇനി അതുപോലെ ലോങ് വീഡിയോ വഴിയാണ് നമ്മൾ മോണിറ്റൈസ് ചെയ്യുന്നതെങ്കിൽ 1 ഇയറിനുള്ളിൽ 4000 വാച്ച് അവർ. അതായിരുന്നു ഇതുവരെയുള്ള യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പക്ഷേ ഇനി വരുന്ന 2027 ഫെബ്രുവരി 1 മുതൽ ഇത് മൊത്തത്തിൽ മാറുകയാണ്. ഈ സബ്സ്ക്രൈബർ കൗണ്ടിൽ മാറ്റമൊന്നുമില്ല. നമുക്കിപ്പോൾ നിലവിലുള്ള പോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് മതി. പക്ഷേ എങ്കിൽ വാച്ച് അവർ നേരെ ഇരട്ടിയാവുകയാണ്. നമുക്കിപ്പോൾ ഈ 4000 വാച്ച് അവർ വേണ്ടതിന് പകരം ഇനി മുതൽ അത് 8000 വാച്ച് അവർ പോവുകയാണ്. അതുപോലെ ഷോർട്സ് 10 മില്യന് പകരം 20 മില്യൺ വ്യൂസ് ആകാൻ വേണ്ടി പോവുകയാണ്. അതായത് ഇപ്പോൾ റീസെൻ്റായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയവർക്കും അതുപോലെ ഇതുവരെ മോണിറ്റൈസ് ആകാത്തവർക്കുള്ള വലിയൊരു പണി തന്നെയാണിത്. നമുക്ക് ഇപ്പോൾ വീഡിയോസിന് വലിയ റീച്ചും കാര്യങ്ങളൊന്നുമില്ല, വ്യൂസൊക്കെ കുറവാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ 4000 വാച്ച് അവർ ആക്കാൻ വേണ്ടി തന്നെ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത്. ആ ഒരു ടൈമിലാണ് ഇപ്പോൾ 8000 വാച്ച് അവർ വന്നിരിക്കുന്നത്. എനിക്കിപ്പോൾ നിലവിൽ 210 സബ്സ്ക്രൈബേഴ്സും അതുപോലെ 15 വാച്ച് അവറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി 6 മന്താണ് എൻ്റെ മുന്നിലുള്ളത്. ആ 6 മന്ത് കൊണ്ട് 4000 വാച്ച് അവർ പോലും കംപ്ലീറ്റ് ആകുമെന്ന് എനിക്കറിയില്ല. അപ്പം എങ്ങനെയാണ് ഈ 8000 വാച്ച് അവർ ആക്കേണ്ടതെന്നുള്ളത് ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. അപ്പം നിങ്ങളിപ്പം ഏകദേശം വാച്ച് അവർ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് അടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു 6 മന്ത് അതിന് ബാക്കിയുള്ളത് 6 മന്തിൽ നിങ്ങൾ എന്താ പറയുക പരിശ്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്നെപ്പോലെ വളരെ ലോയിൽ വാച്ച് അവറും കൊണ്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരും. ഇനിയിപ്പോൾ ഫെബ്രുവരി 1 നമുക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഇട്ട എഫേർട്ടിൻ്റെ 10 ഇരട്ടി എഫേർട്ട് ഇട്ടാലേ നമുക്ക് ഇനിയുള്ള ആ ഒരു 8000 വാച്ച് അവർ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇനി നമ്മുടെ കയ്യിൽ 6 മന്ത് ബാക്കിയുള്ളത്. ആ ഒരു ടൈം കൊണ്ട് എങ്ങനെയെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പം 8000 വാച്ച് അവർ ആവാം നമ്മളെക്കൊണ്ട്. ഇനിയിപ്പം 8000 വാച്ച് അവർ നമ്മളെക്കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് നടക്കുക 2000 നമ്മൾ ശ്രമിക്കാം. അതിപ്പം ഇനി മോണിറ്റൈസ് ആകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കതിൻ്റെ വഴിക്ക് വിടാം. ആ ഒരു 6 മന്ത് നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. ആവുന്നെങ്കിൽ ആവട്ടെ, അത്രേ പറയാനുള്ളൂ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.